വെച്ചിരുന്ന ഗോപികാനന്ദു. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുട്ടി ട്രാൻസിഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ട്രാൻസിഷൻ വേറെ ഒന്നിൻ്റെ അല്ല, എൻ്റെതാ സ്വന്തം മുടിയുടെയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മുടി എങ്ങനെയാണ്, ഇതെങ്ങനെയൊക്കെ ഇട്ടാൽ സെറ്റ് ആവുന്നൊക്കെ ഉള്ളത് എന്നെ നേരിട്ടറിയുന്നവർക്കൊക്കെ അറിയാം. കാരണം എനിക്കിപ്പോൾ സ്ഥിരം ഒരു ഹെയർ സ്റ്റൈലുണ്ട്, അതിലാണ് ഇപ്പോൾ എൻ്റെ മുടി കംഫർട്ടായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഹെയർ സ്റ്റൈൽ തന്നെ മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ അഴിച്ചൊക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മുടി ഇങ്ങനെ കുറച്ച് ഇപ്പം കിടക്കല്ലേ, അതുപോലെ ഇപ്പം കിടക്കും. ഒന്ന് പുറത്തോട്ട് രണ്ട് കാറ്റടിക്കുമ്പോഴത്തേനും അത് ഫുൾ പറന്ന് ഇങ്ങനെ ആയിട്ടുണ്ടാവും. പക്ഷേ അതിൽ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് എത്ര മുടി പോയാലും അറിയില്ല. പക്ഷേ എൻ്റെ മുടിക്ക് നല്ല ഉള്ളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും കൂടുതൽ എന്ത് പറയാൻ, ഒരു പ്രാവശ്യം ഒരു ആഗ്രഹം തോന്നി നമ്മൾ സ്മൂത്തനിങ് ചെയ്തു. അതിൽ പിന്നെ സ്മൂത്തനിങ് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ടൊക്കെ നമ്മളിങ്ങനെ ഷോ ഒക്കെ കാണിച്ചായിരുന്നു. പക്ഷേ അതിന് ശേഷം നന്നായിട്ട് മുടി കൊഴിഞ്ഞു. അതുകൊണ്ട് സ്മൂത്തനിങ് എന്നുള്ള പരിപാടി ഇനി ഇല്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കേളിംഗ് ആണ്. നമ്മൾ കേളപ്പിൻ്റെ കുറച്ച് ക്രീംസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. മുടി ഇതേപോലെ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേൾ മോയ്സ്ചറൈസറിങ് ഷാമ്പു എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലെങ്ത് ഒട്ടും മറക്കരുത് കേട്ടോ. അത് കഴുകി കളഞ്ഞിട്ട് കേൾ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ എടുത്തിട്ട് എമൽസിഫൈ ചെയ്ത് മുടിയിൽ പ്രീ ഹാൻഡ് മോഷനിൽ അപ്ലൈ ചെയ്യാം. ഈ എമൽസിഫൈ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രൊഡക്റ്റിനെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. മുടി ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിക്കാൻ എക്സ്ട്രാ വാട്ടർ സ്ക്രഞ്ച് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ പ്ലോപ്പിംഗ് മെത്തഡ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കേൾ ക്രീം എടുത്തിട്ട് വാട്ടർ കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് ഇമൽസിഫൈ ചെയ്ത് ഇതേപോലെ നമുക്ക് പ്രീ ഹാൻഡ് മോഷനിൽ തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെല്ലും കൂടി എടുത്ത് ഇതേപോലെ തന്നെ എമൽസിഫൈ ചെയ്ത് പ്രീ ഹാൻഡ് മോഷനിൽ തേച്ച് കൊടുക്കാം. ഇനിയാണ് മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. ഇതേപോലെ ഫാൻ്റെ ചോട്ടിൽ നിന്നിട്ട് നന്നായിട്ടൊന്ന് മുടി ഉണക്കിയെടുക്കുക. അതിന് ശേഷം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജെൽ കാസ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, എല്ലാ ഹെയർസിലും നല്ലപോലെ കേൾസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സൺലൈറ്റിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.